വീഡിയോസൊക്കെ കുറവാണല്ലോ ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് പല കൂട്ടുകാരും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ട് സമയം വേണ്ടേ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ. ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ തല പൊങ്ങത്തുമില്ല. അതായത് പനിയും ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിട്ട് എല്ലാവരും സൈഡായിട്ടുണ്ട്. ജലദോഷമുള്ള സമയത്ത് നമ്മുടെ മൂക്കിൽ മൂക്കുത്തി ഉണ്ടെങ്കിലേ നമുക്ക് കറക്റ്റ് മൂക്ക് ചീത്താൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ എന്താക്കി മൂക്കുത്തിയൊക്കെ അങ്ങോട്ട് ഊരി വെച്ചിരുന്നു കേട്ടോ. ജലദോഷം ഒന്ന് കുറഞ്ഞപ്പോൾ വീണ്ടും മൂക്കുത്തി മൂക്കിൽ കുത്തിക്കയറ്റുന്ന രംഗമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. കുറച്ചധികം കഷ്ടപ്പെട്ടിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞു ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. മരുന്നെല്ലാം കുടിച്ചിട്ട് കിക്കായിട്ട് ആശാൻ കിടക്കുകയാണ് കേട്ടോ. പുണ്യാണെങ്കിൽ 10 ദിവസത്തിന് ശേഷം ഇന്നാണൊന്ന് സ്കൂളിൽ പോയത്. അനിയൻ രാവിലെ ബീഫ് കൊണ്ടുവന്നിരുന്നു. അമ്മ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേ രാവിലെ മുരിങ്ങയിലയും പരിപ്പും കറി ഉണ്ടാക്കിയിരുന്നു. ഇന്നലെ രാത്രി വെച്ച് സാമ്പാർ അമ്മ രാവിലെ ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ചൂടാക്കിയപ്പോൾ കുറച്ചങ്ങ് കുറുകിപ്പോയി. പിന്നെ രാവിലെ കഴിക്കാൻ ദോശയായിരുന്നു. ഏട്ടന് ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ രാവിലെ മുരിങ്ങയില ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ അനിയൻ വരുമ്പോൾ പാൽ കേക്കും കൂടെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഞാനൊരു ഉറക്കം കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ ഇവിടെ ബീഫ് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ലൈമും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. വേണോ വേണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ചോറെടുത്തത് കേട്ടോ. പേരിന് ഒരു കയ്യിലേ എടുത്തിട്ടുള്ളൂ. വായിലെ രുചിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇപ്പം 3-4 ദിവസമായിട്ടുണ്ട്. എന്ത് കഴിച്ചാലും കയ്പ്പാണ് രുചി. പിന്നെ എന്ത് ചെയ്യാനാ. ചോറെടുത്ത് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് വീണ്ടും കുറച്ച് നേരം അവിടെ അങ്ങോട്ട് കിടന്നു കേട്ടോ. വല്ലാത്ത ക്ഷീണമാണ്. വയ്യാകിയൊക്കെ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ ആണ് ഞാൻ ഇത്രയെങ്കിലും ഷൂട്ട് ചെയ്തത്. ചോറും ബീഫ് കറിയൊക്കെ നല്ലോണം കുഴച്ച് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ വായിക്ക് ഒരു രുചിയും ഇല്ല ഗൈസ്. അസുഖമെല്ലാം മാറിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാട്ടോ. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.